നിങ്ങളുടെ ആൺകുട്ടികളുടെ കൗമാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? നമുക്ക് പലപ്പോഴും അറിയാം ചില ആൺകുട്ടികളുടെ കൗമാരത്തിലെ പ്യൂബർട്ടൽ ഡെവലപ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് ഹൈറ്റ് കൂടി വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വൃഷണങ്ങൾക്ക് അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ നീളം അത്രത്തോളം വേണ്ട രീതിയിൽ വരുന്നില്ല. അവർക്ക് ഫേഷ്യൽ ഹെയർസ്, നമ്മുടെ മുഖത്തെ രോമങ്ങൾ, അതുപോലെ മസ്കുലാർ ഡെവലപ്മെൻറ്റ്, വോയിസ് ഡീപ്പൻ ചെയ്യൽ, ശബ്ദത്തിലുണ്ടാകുന്ന കൗമാരത്തിലുണ്ടാകുന്ന വ്യത്യാസം കൃത്യമായിട്ട് വരുന്നില്ല. ഇതൊക്കെ വരാം. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആൺകുട്ടികൾക്ക് കൗമാരം അല്ലെങ്കിൽ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നത് ഏതാണ്ട് 9 വയസ്സിനും 14 വയസ്സിനും ഇടയിലാണ്. അപ്പോൾ ഇതിനിടയിൽ ഇവർക്ക് ഈ പ്യൂബർട്ടൽ ചേഞ്ചസ് ഒക്കെ കൃത്യമായിട്ട് വരണം. പലപ്പോഴും പല കുട്ടികൾക്കും അവരുടെ ടെസ്റ്റിക്കുലർ സൈസ്, അതായത് വൃഷണത്തിൻ്റെ വലിപ്പം പീനട്ട് സൈസൊക്കെ ആയി വളരെ ചെറുതായിട്ട് വരാറുണ്ട്. അപ്പം ഇത്തരക്കാർ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് എന്നുള്ള കാര്യമാണ്. ഒന്ന്, അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിലേ ഉണ്ടാവും. ചില ആളുകൾക്ക് അവരുടെ പാരൻസിനും അങ്ങനെ ലേറ്റ് ആയിട്ടായിരിക്കാം പ്യൂബർട്ടി വന്നത്. അവർ ലേറ്റ് ബ്ലൂമേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ചില ആളുകൾക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവാം, ടെസ്റ്റോസ്റ്റിറോൺ കുറവായിരിക്കാം. ചില ആളുകൾക്ക് ജനിതകപരമായിട്ടുള്ള ചില അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. ചിലവർക്ക് അവർക്ക് ക്രോണിക് ആയിട്ടുള്ള എന്തെങ്കിലും സിസ്റ്റമിക് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടായിരിക്കാം. ഇതൊക്കെ പ്യൂബർട്ടി ഡിലേ ആവുന്നതിന് കാരണമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഫൈനൽ ഹൈറ്റ് വളരെ കുറവായിരിക്കും, ഉയരം കുറവായി വരുന്നതായിട്ട് കാണാം. അവരുടെ സെൽഫ് എസ്റ്റീമിന്, ഇപ്പോൾ ആൺകുട്ടികൾക്ക് വേണ്ട രീതിയിൽ രോമ വളർച്ചയൊന്നും ഫേസിൽ വന്നിട്ടില്ല, മസിലിൻ്റെ വ്യത്യാസം വന്നിട്ടില്ല, സൗണ്ട് പുരുഷന്മാരുടെ പൗരുഷ്യമുള്ള ഒരു സൗണ്ടിലേക്ക് വന്നിട്ടില്ല. അതൊക്കെ വരുമ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീമിനെ, അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കാം, അവരുടെ ഹൈറ്റ് കുറഞ്ഞു വരാം. അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പം കൃത്യമായിട്ട് കുട്ടികൾക്ക് ഇത്തരം ചേഞ്ചസ് അവരുടെ സമയത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ എന്തെങ്കിലും ഹോർമോണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ചികിത്സിച്ചുകൊണ്ട് ഓൺ ടൈം അല്ലെങ്കിൽ കൃത്യമായിട്ട് സമയത്ത് തന്നെ അവർക്ക് കൗമാരം അറ്റൈൻ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. താങ്ക് യു. Stay healthy. Follow for more.